ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട പ്രമൈസസിൻ്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോർട്ടബിൾ വാട്ടർ കിട്ടുന്ന ഒരു വെല്ലുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം, ഞാനീ പറഞ്ഞു വരുന്നത് കുടിക്കാനും കുക്കിങ്ങിനുമുള്ള വെള്ളത്തിൻ്റെ കാര്യമല്ല. അത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ 20 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിലുകൾ വളരെ ചെറിയ പൈസക്ക് അവൈലബിൾ ആണ്. വാസ്തവത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രധാന പ്രശ്നം ജനറൽ പർപ്പസിനുള്ള വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയാണ്. ഇത് ഒരു പെർ ക്യാപിറ്റ കൺസംഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് 135 ലിറ്ററോളമാണ് സാധാരണഗതിയിൽ കണക്കാക്കുന്നത്. ഇപ്പോൾ 5 പേരുള്ള ഒരു ഫാമിലിക്ക് ഏകദേശം 500 ലിറ്റർ ചില്ലാനും വെള്ളം നമുക്കൊരു ദിവസം വേണം, അല്ലെങ്കിൽ ഒരു 600 ലിറ്ററോളം വെള്ളം വേണം നമുക്ക്. അങ്ങനെ വരുമ്പോൾ ഇത് പ്രമൈസസിൻ്റെ അകത്ത് തന്നെ ഇത് ലഭ്യമല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? കുടിവെള്ള ടാങ്കർ പോലെയുള്ള സോഴ്സ് നമ്മൾ അവൈൽ ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് 2 റിസ്കുകളാണുള്ളത്. ഒന്ന്, ഇതിൻ്റെ ക്വാളിറ്റി പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള അതിനുള്ള ഒരു സംവിധാനം നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളൊരു കാര്യം. രണ്ടാമത്, ഇതിന് വരുന്ന കോസ്റ്റ്. ഈ കോസ്റ്റ് അസോസിയേഷൻ്റെ ഒരു മന്ത്ലി മെയിൻ്റനൻസ് ചാർജസിൽ ഒരു ഗണ്യമായുള്ള ഒരു പങ്ക് അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട പ്രമൈസസിൻ്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോർട്ടബിൾ വാട്ടർ കിട്ടുന്ന ഒരു വെല്ലുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം, ഞാനീ പറഞ്ഞു വരുന്നത് കുടിക്കാനും കുക്കിങ്ങിനുമുള്ള വെള്ളത്തിൻ്റെ കാര്യമല്ല. അത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ 20 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിലുകൾ വളരെ ചെറിയ പൈസക്ക് അവൈലബിൾ ആണ്. വാസ്തവത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രധാന പ്രശ്നം ജനറൽ പർപ്പസിനുള്ള വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയാണ്. ഇത് ഒരു പെർ ക്യാപിറ്റ കൺസംഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് 135 ലിറ്ററോളമാണ് സാധാരണഗതിയിൽ കണക്കാക്കുന്നത്. ഇപ്പോൾ 5 പേരുള്ള ഒരു ഫാമിലിക്ക് ഏകദേശം 500 ലിറ്റർ ചില്ലാനും വെള്ളം നമുക്കൊരു ദിവസം വേണം, അല്ലെങ്കിൽ ഒരു 600 ലിറ്ററോളം വെള്ളം വേണം നമുക്ക്. അങ്ങനെ വരുമ്പോൾ ഇത് പ്രമൈസസിൻ്റെ അകത്ത് തന്നെ ഇത് ലഭ്യമല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? കുടിവെള്ള ടാങ്കർ പോലെയുള്ള സോഴ്സ് നമ്മൾ അവൈൽ ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് 2 റിസ്കുകളാണുള്ളത്. ഒന്ന്, ഇതിൻ്റെ ക്വാളിറ്റി പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള അതിനുള്ള ഒരു സംവിധാനം നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളൊരു കാര്യം. രണ്ടാമത്, ഇതിന് വരുന്ന കോസ്റ്റ്. ഈ കോസ്റ്റ് അസോസിയേഷൻ്റെ ഒരു മന്ത്ലി മെയിൻ്റനൻസ് ചാർജസിൽ ഒരു ഗണ്യമായുള്ള ഒരു പങ്ക് അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.